ദേശാഭിമാനി മുഖപ്രസംഗം 2023 ഡിസംബർ 18. മിസ്റ്റർ ആരിഫ് ഖാൻ, ഇത് കേരളമാണ്. ജനാധിപത്യത്തിന്റെ സകല മാനദണ്ഡങ്ങളും തകർത്ത് ഭരണഘടനാപരമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും അവഗണിച്ച് നിലവിട്ട് കളിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വായിൽ തോന്നുന്നതെല്ലാം പുലമ്പുന്ന കാഴ്ചയാണ് തുടർച്ചയായി കേരളം കാണുന്നത്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ലക്ഷ്യമിട്ട് കേരള കാലിക്കറ്റ് സെനറ്റുകളിലേക്ക് സംഘപരിവാറുകാരെ ചാൻസലറായ ഗവർണർ നാമനിർദ്ദേശം ചെയ്തതിനെതിരെ SFI ജനാധിപത്യപരമായ പ്രതിഷേധ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സമരം തീവ്രതയോടെയും ശക്തിയോടെയും പ്രകമ്പനം പോലെ കേരളമാകെ പടർന്നു പിടിക്കുകയാണ്. ഇതുകണ്ട് വിളറിപൂണ്ട ഗവർണർ അങ്ങേയറ്റം പ്രകോപനമുണ്ടാക്കാൻ ശ്രമിക്കുകയും SFIയെയും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി പിറന്ന കണ്ണൂരിനെയും ചീത്ത വിളിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ കണ്ണൂരുകാരനായ മുഖ്യമന്ത്രി വാടകയ്ക്കെടുത്ത ക്രിമിനലുകളാണെന്നാണ് ഗവർണർ ശനിയാഴ്ച കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. കണ്ണൂരിന് വൃത്തികെട്ട ചരിത്രമുണ്ടെന്ന് പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ സെനറ്റിൽ ആരെ നിയമിക്കുമെന്ന് ചോദിക്കാൻ ഇവർ ആരെന്നും അലറി വിളിക്കുന്നതും കണ്ടു. സർവകലാശാലയിൽ തിങ്കളാഴ്ച നടക്കുന്ന പരിപാടിക്ക് 2 ദിവസം മുന്നേ അവിടെ എത്തി ബോധപൂർവം പരമാവധി പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഗവർണർ ചെയ്തത്. ഇതേക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നില്ല. പക്ഷേ SFIയെയും മുഖ്യമന്ത്രിയെയും കണ്ണൂരുകാരെയും ക്രിമിനലുകൾ എന്ന് വിളിച്ച് ആക്രോശിക്കുകയും അട്ടഹസിക്കുകയും ചെയ്ത ഗവർണറെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാതെ വയ്യ. RSSന്റെ അടിമയായും പാവയായും രാജ്ഭവനിലിരുന്ന് എന്ത് ആഭാസവും അഭ്യാസവും കാണിക്കുന്ന ഗവർണർക്ക് SFIയെ കുറിച്ച് ഒന്നും അറിയില്ലായിരിക്കാം. ആത്മാർത്ഥതയും അർപ്പണബോധവും ഉദ്ദേശശുദ്ധിയും ഇച്ഛാശക്തിയും ഈ പ്രസ്ഥാനത്തിന്റെ ചാലകശക്തി. ആഴവും അഴകുമുള്ള എണ്ണമറ്റ പോരാട്ടങ്ങളിലൂടെ വളർന്ന പ്രസ്ഥാനം. തിന്മകളുടെ കരാളതകൾക്കെതിരെ സ്വന്തം ഉയരുകൊണ്ട് പ്രതിഷേധം തീർത്ത് ക്യാമ്പസുകളിൽ എന്നും നവചൈതന്യമായി നിലകൊള്ളുന്ന പ്രസ്ഥാനം. നെഞ്ചുകീറി നേരുകാട്ടി ഹൃദയശുദ്ധിയോടെ SFIയിൽ അണിനിരന്നിട്ടുള്ള കുട്ടികളെ ക്രിമിനലുകൾ എന്നൊക്കെ വിളിക്കുന്നത് ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ചേർന്നതാണോ എന്ന് ഖാൻ ആലോചിക്കുന്നത് നന്നാവും. സമീപ വർഷങ്ങളിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ചടുലമായ പുരോഗതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഓരോ നിമിഷത്തിലും പുതിയ അറിവുകൾ ഉണ്ടാക്കുന്ന ആഗോള വിജ്ഞാന വിപ്ലവത്തിന്റെ തലത്തിലേക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയൊന്നാകെ കൈപിടിച്ചുയർത്താൻ സർക്കാർ ശ്രമിക്കുന്നു. സർക്കാരിന്റെ ഇടപെടലിന് ഫലം കാണുന്നുമുണ്ട്. സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകൾ ദേശീയ തലത്തിൽ നേടുന്ന അംഗീകാരങ്ങൾ ഇതിന് തെളിവ്. ഇതെല്ലാം തകർത്ത് കേരളത്തിലെ സർവകലാശാലകളിലും ചേരിതിരിവ്, അശാസ്ത്രീയത, ശാസ്ത്രബോധത്തിന്റെ നിരാസം എന്നിങ്ങനെ വളർത്തുകയാണ് സംഘപരിവാർ അജണ്ട. സർവകലാശാലകളെ കൈപ്പിടിയിലൊതുക്കി കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളെ കീഴ്മേൽ മറച്ച് സംഘപരിവാർ രാഷ്ട്രീയം വളർത്തുക എന്നത് RSSന്റെയും BJPയുടെയും ആത്യന്തിക ലക്ഷ്യം. സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശമടക്കം രാജ്ഭവൻ കേന്ദ്രീകരിച്ച് നടക്കുന്ന കളികളെല്ലാം ഇതിനു വേണ്ടിയാണ്. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞു തന്നെയാണ് കാലത്തിന്റെ കാൽപെരുമാറ്റത്തിന് ശരിയായി കാതോർത്തു തന്നെയാണ് SFI സമരപാതയിൽ നിലയുറച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയെയും കണ്ണൂരിനെയും ആക്ഷേപിക്കുന്ന ഗവർണറോട് അത് സംബന്ധിച്ച് 2 വാക്ക് പറയേണ്ടതുണ്ട്. ഈ നാടിന്റെ, കേരളത്തിന്റെ ഹൃദയമിടിപ്പാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന്റെ മുൻനിര പോരാളികളിൽ ഒരാളാണ് LDF സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനതയുടെ കണ്ണീരിനും കിനാവിനും ഒപ്പം നിൽക്കുന്ന പോരാളി. എണ്ണമറ്റ സമരങ്ങളെ നയിച്ച ഉജ്ജ്വല വ്യക്തിത്വം. 1971 തലശ്ശേരിയിൽ വർഗീയ വിഷസർപ്പങ്ങൾ പത്തി വിടർത്തിയാടിയപ്പോൾ ഒരു നിമിഷം പോലും അറച്ചു നിൽക്കാതെ ആ കലാപഭൂമിയിലേക്ക് ഓടിയെത്തി മതസൗഹാർദ്ദം കാക്കാൻ ജീവൻ പണയം വെച്ച് രംഗത്തിറങ്ങിയത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിൽ ഒരാളാണ് അന്ന് കൂത്തുപറമ്പ് MLA ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർട്ടിയുടെ ആഹ്വാനപ്രകാരം അന്ന് പള്ളികൾക്കും വീടുകൾക്കും കമ്മ്യൂണിസ്റ്റുകാർ കാവൽ നിന്നു. മെരുവമ്പായി പള്ളിക്ക് കാവൽ നിന്ന UK കുഞ്ഞിരാമൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ RSSുകാർ കുത്തിക്കൊന്നു. ഉത്തരേന്ത്യയിലേതുപോലെ വർഗീയ കലാപത്തിലൂടെ കേരളത്തിൽ സ്വാധീനമുറപ്പിക്കാൻ അന്ന് സംഘപരിവാർ നടത്തിയ ശ്രമം പൊളിച്ചതും പ്രതിരോധിച്ചതും കമ്മ്യൂണിസ്റ്റുകാരാണ്. കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് വിദായത്തിൽ കമ്മീഷൻ സമാധാനത്തിനായി മുന്നിട്ടിറങ്ങിയ CPIMന്റെ ഇടപെടലിനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ആ ചരിത്രത്താളൊക്കെ ആരിഫ് ഖാൻ ഒന്ന് മറിച്ചു നോക്കണം. പച്ച മനുഷ്യരുടെ പോരാട്ട സ്മരണകൾ കനലായി ജ്വലിക്കുകയും കടലായി ഇരമ്പുകയും ചെയ്യുന്ന മണ്ണാണ് കണ്ണൂരെന്നും ഖാൻ അറിയണം. ബ്രിട്ടീഷ് ഭരണത്തിന്റെയും ജന്മിത്തത്തിന്റെയും കിരാത വാഴ്ചകൾക്കെതിരെ എണ്ണമറ്റ പോരാട്ടങ്ങൾ നടന്ന നാടാണിത്. കേരളത്തിന്റെ സമരച്ചൂട് ഇവിടെ തൊട്ടറിയാം. ഈ മണ്ണിന് വൃത്തികെട്ട ചരിത്രമുണ്ടെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ഗവർണർക്ക് ഭൂഷണമല്ല. കേരള ഗവർണറെ പോലെയുള്ളവരല്ല ഗവർണർ പദവിയിൽ ഇരിക്കേണ്ടതെന്ന് സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് RF നരിമാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഒരു സംസ്ഥാനത്തെ കോടിക്കണക്കിന് ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിന് മുകളിലാണ് താനെന്ന മട്ടിലുള്ള പ്രവർത്തനം ആരിഫ് മുഹമ്മദ് ഖാൻ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്.